ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ വർത്തമാനം, അതായത് പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു സത്യം എന്താണ് എന്ന് നോക്കാനാണ്. ഇവിടെ ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ എന്തോ ഒരു നെഗറ്റീവ് ശക്തി നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വ്യക്തിയായിരിക്കാം ആ നെഗറ്റീവ് എനർജി, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസ് ആയിരിക്കാം. അതായത് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, നിങ്ങളുടെ മേൽ ആരോ ബ്ലാക്ക് മാജിക് ചെയ്തതുപോലെ, അങ്ങനെ ഒരു ആരുടെ കൺട്രോളിൽ നിങ്ങൾ ഉള്ളതുപോലെ, നിങ്ങളുടെ എനർജി അല്ല ഇത്, വേറെ ആരോ എന്നെക്കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുന്ന പോലെ അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണ്. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ആ ഒരു സാഹചര്യം ഇങ്ങനെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആ ഒരു നെഗറ്റീവ് എനർജി തോന്നുന്നത്. ഇവിടെ നിങ്ങളുടെ വീട് എപ്പോഴും മറ്റുള്ള ആൾക്കാരുടെ ഫോക്കസിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ എന്ത് സൗണ്ട് കേട്ടാലും ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കും. ഇവിടെ എത്ര തന്നെ നിങ്ങൾ സന്തോഷമായിട്ടും സൗമ്യമായിട്ടും സമാധാനമായിട്ടും ജീവിച്ചാലും ആൾക്കാർ എപ്പോഴും നിങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. അവരെപ്പോഴും നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വന്നാലും ദുഃഖം വന്നാലും എന്ത് വന്നാലും ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ സെൻട്രലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാല് ചുറ്റിലുമുള്ള ആൾക്കാർ നിങ്ങളെ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് പല പ്രാവശ്യവും തോന്നാറുണ്ട് ഏതോ നെഗറ്റീവ് എനർജിയുടെ ആ ഒരു ശക്തി നിങ്ങളുടെ മേൽ ഉണ്ട് എന്ന്. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നു, നെഗറ്റിവിറ്റി റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന്. എന്തൊക്കെ വീട്ടിൽ ചെയ്തിട്ടും മോശമായിട്ടുള്ളൊരു സ്മെല്ല് വീട്ടിൽ നിന്ന് വരിക, വസ്ത്രങ്ങൾ അടുക്കി ഒതുക്കി വയ്ക്കാതെ വലിച്ചു വാരിയിടുക, ഇല്ലെങ്കിൽ ആവശ്യമില്ലാതെ ചിലവ് കൂടുക, പെട്ടെന്ന് വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം മോശമാകും, അത് ശരിയാക്കാൻ തന്നെ പൈസ വേണം, ടിവിയോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ എ സിയോ എന്തെങ്കിലും ചീത്തയാവുന്നത്. അതായത് നമ്മൾ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് വയ്ക്കും ഒരു മാസത്തേക്ക്, അതിനപ്പുറം പൈസ ചിലവാകുന്ന അവസ്ഥ. ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിലല്ല ഉള്ളത്. ചില കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഉപായങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ അതിൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുകയാണ്, അതിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ കൺട്രോളിന് പുറത്താണ് ആ കാര്യങ്ങൾ. ചിലപ്പോൾ ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷമായിട്ടുള്ള നിമിഷം ഉണ്ടായിക്കാണും. നിങ്ങൾ ആ സന്തോഷം നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ ഇനി നിയറിൽ നിങ്ങൾക്ക് എന്തോ ഒരു സന്തോഷം ലഭിക്കാൻ പോവുകയാണ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എന്തായാലും എനിക്ക് ആ സന്തോഷം ലഭിക്കുമല്ലോ എന്നാലോചിച്ച്. ഇവിടെ ഒരു മോശം ദൃഷ്ടി നിങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങളുടെ ആ ഒരു സന്തോഷം പോസ്റ്റ്പോൺഡ് ആകുമോ എന്നുള്ള പേടിയുണ്ട്. അതായത് നിങ്ങൾക്ക് വരാൻ പോകുന്ന സന്തോഷം അറിയാം, അത് ഇനി ആരുടെയെങ്കിലും കണ്ണ് വച്ച് അതിനെ ഇല്ലാതാക്കുമോ ആരെങ്കിലും എന്നുള്ള പേടിയാണ്. ഇവിടെ നിങ്ങളുടെ സന്തോഷത്തിൽ, നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫർമേഷനിൽ ആരുടെയോ കണ്ണുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ടും ബാലൻസിലാണ് പോകുന്നത് ഇപ്പോൾ. പക്ഷേ നിങ്ങൾ പുറമേ അത് ഷോ ചെയ്യാൻ പോകരുത് ഒരിക്കലും. ഇവിടെ എന്തായാലും ഒരു വ്യക്തിയുടെ മോശം ദൃഷ്ടി നിങ്ങളുടെ മേലുണ്ട്, വളരെ മോശമായിട്ടുള്ള ദൃഷ്ടിയാണത്. അതായത് ഒരു വ്യക്തിയുടെ ഡബിൾ എനർജി, അതായത് നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കാൻ പാടില്ല എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ എന്തായാലും നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു ഡബിളായി നിങ്ങളുടെ മേലുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളായിരിക്കാം അത്, അല്ലെങ്കിൽ വീട്ടിനടുത്തുള്ളവരായിരിക്കാം. ഇവിടെ ഇത്രയും നാൾ നിങ്ങളുടെ ആ ഒരു സ്ഥിതി എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ കൺട്രോളിലായിരുന്നു, ഒരു കുഴപ്പവും കൂടാതെ നല്ല രീതിയിൽ നിങ്ങൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ കൺട്രോളിലല്ല നിങ്ങളുടെ ആ ഒരു സ്ഥിതി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആരുടെയോ മോശം ദൃഷ്ടി നിങ്ങളുടെ മേൽ വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവർ ചിന്തിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷൻ വരുന്നു, എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാകുന്നു, എങ്ങനെ ഇവരുടെ മുഖത്ത് സന്തോഷം ഉണ്ടാകുന്നു, അതൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ സന്തോഷം ഒട്ടും തന്നെ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ മുഖം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങളോട് എത്രമാത്രം ദേഷ്യമാണ് ഇവർക്കുള്ളത് എന്ന്.
നിങ്ങൾ ഇവരോട് വളരെ കുറച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. എന്താ ചോദിച്ചാൽ ആൻസർ മാത്രം പറയുന്നത്, അല്ലാതെ അനാവശ്യമായിട്ട് ഇവരോട് ഒന്നും സംസാരിക്കാൻ നിങ്ങൾ പോകുന്നില്ല. ഈ വ്യക്തിയുമായിട്ട് എപ്പോഴും എല്ലാ ദിവസവും ഓപ്പോസിറ്റ് നോക്കുന്ന ആ ഒരു സ്വഭാവമുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ വ്യക്തിയുടെ വീടും നിങ്ങളുടെ വീടും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ ഇവർ ഒട്ടും തന്നെ ഹാപ്പി അല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല സ്ഥിതികൾ നിങ്ങളുടെ കൺട്രോളിലിരിക്കണമെന്ന്. നിങ്ങളുടെ ലൈഫിൽ എല്ലാ സ്ഥിതികളും നല്ല രീതിയിൽ ബാലൻസായി പോകണമെന്ന് ഇവർ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ചില സമയം വിഷമങ്ങൾ ഉള്ളത് കാരണം, നിങ്ങൾ അനുഭവിച്ച പല പല വേദനകൾ കാരണം ഇവർ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ടുണ്ട് നിങ്ങളുടെ വേദനയിൽ. അതായത് ഈശ്വരൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ കൂടെ അങ്ങനെ സംഭവിക്കണമെന്ന്. പക്ഷേ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെ എപ്പോഴും ഇംബാലൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവണം. നിങ്ങൾക്ക് ഒരു ആവശ്യത്തിന് പൈസ ഉണ്ടാവാതെ എപ്പോഴും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടാവണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചൊന്ന് സാവധാനമായിട്ടിരിക്കേണ്ടതുണ്ട് ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷൻ വരും, സന്തോഷം വരും, ട്രാൻസ്ഫോർമേഷൻ വരും, എല്ലാം വരും. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ കുറച്ചൊന്ന് നിങ്ങൾ അവെയറായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. ആദ്യം നിങ്ങളുടെ ദൈവത്തിനോട് നിങ്ങൾ പറയുക, ദൈവമേ എൻ്റെ സന്തോഷത്തിൽ ആരുടെയും കണ്ണ് പെടരുതേ എന്ന്. പിന്നെ ദുർഗാ കവചം എന്നും വീട്ടിലിട്ട് വയ്ക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറാൻ വേണ്ടിയാണ്, പോസിറ്റിവിറ്റി വരാൻ വേണ്ടിയാണ്. കാരണം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ദുർഗാ കവചം കേൾക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഹൃദയം ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടാകും, കുറച്ചൊന്ന് നിങ്ങൾ അവെയർ ആവണം, ഇങ്ങനെയുള്ള ആൾക്കാരുടെ മോശം ദൃഷ്ടി നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ. ഇവിടെ നിങ്ങളുടെ ലൈഫ് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് സന്തോഷത്തിലേക്ക് പോവുകയാണ്, സെലിബ്രേഷനിലേക്ക് പോവുകയാണ് എന്ന് വിചാരിക്കുമ്പോൾ അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആകും. അത് ഇങ്ങനെയുള്ള മോശം ദൃഷ്ടിയും വെച്ചിരിക്കുന്ന ആൾക്കാർ അത് മനസ്സിലാക്കുമ്പോഴാണ് അവർ എന്തെങ്കിലും മോശം സ്ഥിതികൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കാൻ ശ്രമിക്കുന്നത്. അത് നിങ്ങൾക്ക് ആഗ്രഹിച്ച ആ ഒരു സന്തോഷം ലഭിക്കാൻ പാടില്ല അതിനു വേണ്ടി. അപ്പോൾ ഇതാണ് ആ ഒരു മോശം പാറ്റേൺ എന്ന് പറയുന്നത്. ഈ ഒരു പ്രാവശ്യവും നിങ്ങൾക്ക് അങ്ങനൊരു പാറ്റേൺ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതി എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ക്ലിയർ ആയിട്ടിരുന്നിട്ട് പോലും കൺഫ്യൂഷനിലാണ് ഉള്ളത് നിങ്ങളെപ്പോഴും. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്നുണ്ട്, പക്ഷേ അതിലും ഒരു കൺഫ്യൂഷനാണ് നിങ്ങൾക്ക്. അതായത് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് ഈ ഒരു തീരുമാനം എടുത്തേ പറ്റൂ എൻ്റെ ലൈഫിന് വേണ്ടി. അതായത് ഈ ഒരു തീരുമാനം ഞാൻ എടുത്താൽ എൻ്റെ ലൈഫിന് വേണ്ടി, എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി നല്ലതായിരിക്കും ഈ ഒരു തീരുമാനം എന്നുള്ള രീതിയിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുന്നു. പക്ഷേ വീണ്ടും പിന്നെ അതിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു നിങ്ങൾക്ക്. അതായത് എല്ലാം ശരിയായിട്ട് പോയിട്ട് പോലും നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുന്ന അവസ്ഥയിലാണ് ഉള്ളത്. ഈ ഒരു കൺഫ്യൂഷൻ നിറഞ്ഞ പാറ്റേൺ നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യവും നിങ്ങളുടെ കൂടെ ഈ ഒരു പാറ്റേൺ ഉണ്ടാവുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മനസ്സ് ഒരു സൈഡ് മനസ്സ് പറയുകയാണ് എല്ലാം നേരെയായിട്ട് തന്നെ നടക്കും, മറു സൈഡ് മനസ്സ് പറയുകയാണ് ഇല്ല എന്തോ മോശം സംഭവിക്കും, അങ്ങനൊരവസ്ഥ. ഇവിടെ ഈ ഒരു എനർജി നിങ്ങളെ വളരെ മോശം സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇങ്ങനൊരു എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എല്ലാ പ്രാവശ്യവും നിങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കുറച്ചൊന്ന് വാശിയോടെ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നേരെ പോകത്തുള്ളൂ. കാരണം ഇങ്ങനെയുള്ള സ്ഥിതികൾ നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വീണ്ടും വരും. പക്ഷേ ആ ഒരു സ്ഥിതിയിൽ നിങ്ങൾ വീഴണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇവിടെ ഒരു നെഗറ്റിവിറ്റിയും നിങ്ങളുടെ മേൽ എഫക്റ്റ് ചെയ്യത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു പേടിപ്പിക്കുന്ന സിറ്റുവേഷൻ അതിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഈശ്വരൻ നിങ്ങളോട് പറയുന്നത് ഒരു നെഗറ്റീവ് എനർജിയുടെയും ആ ഒരു വലയിൽ നിങ്ങൾ വീഴുന്നു പോകരുത്. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോവുക. ഓവർ തിങ്കിങ് വിട്ട് കളയുക നിങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു സമയം കഴിഞ്ഞു പോകും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു സമയം ആലോചിച്ച് വിഷമിക്കേണ്ട അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഓവർ തിങ്കിങ്ങും നെഗറ്റീവ് എനർജിയുടെ ആ വലയിലും വീഴുന്നു പോകരുത് എന്ന്. അതായത് കയ്യിൽ കിട്ടിയ അവസരം എനിക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ പറ്റിയില്ലല്ലോ, ഞാൻ തന്നെയാണ് അതിന് കാരണം എന്ന് പിന്നെ നിങ്ങൾ പറയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നെഗറ്റീവ് എനർജിക്ക് ഒരു സ്ഥാനവും നമ്മുടെ ലൈഫിൽ നമ്മൾ കൊടുക്കാൻ പാടില്ല.
ഇവിടെ എപ്പോഴൊക്കെ നിങ്ങളുടെ തീരുമാനം കൺഫ്യൂഷനിലാകുമോ അപ്പോഴെല്ലാം നിങ്ങൾ മണ്ണിൽ ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തറയിലിരുന്ന് തറയിൽ നമ്മുടെ വീട്ടിൽ തറയിലായാലും മതി, തറയിലിരുന്നിട്ട് നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കുക, ദൈവമേ ഞാൻ എടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ, ഇതിനുള്ള ഉത്തരം എനിക്ക് ഏതെങ്കിലും രീതിയിൽ തരണം എന്ന് നിങ്ങൾ പറയുക. ദൈവം ഏതെങ്കിലും രീതിയിൽ അതിനുള്ള ആൻസർ നിങ്ങൾക്ക് തരുന്നതാണ്. ഇനി അതും പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ അന്തരാത്മാവ് ഉണ്ടല്ലോ, അന്തരാത്മാവ് എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ കേൾക്കുക. അത് ദൈവത്തിൻ്റെ ആ ഒരു ശബ്ദമാണ്. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് പോലും ഒരു സന്തോഷത്തെ നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ഹൃദയം കൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ സന്തോഷം നിങ്ങളുടെ ലൈഫിൽ വരണമെന്ന്. പക്ഷേ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മോഡിലല്ല നിങ്ങൾ ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങളുടെ ലൈഫിൽ എന്ത് പരിവർത്തനമാണോ ഉണ്ടാകുന്നത് അതിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആകുന്നുണ്ട്. ഇവിടെ ഇത്രമാത്രം നിങ്ങൾ ഈ ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടും അതിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് മെയിൻ പ്രശ്നം. ഇവിടെ നിങ്ങളുടെ ഭാഗ്യത്തിൽ നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കണമെന്നുണ്ട് എങ്കിൽ അത് സ്റ്റെബിലിറ്റിയോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങൾ എന്തിന് വിഷമിക്കണം? ചില ആൾക്കാർ സന്തോഷം വന്നാലും അത് അക്സെപ്റ്റ് ചെയ്യാതെ പേടിച്ചിരിക്കുക, അയ്യോ ദൈവമേ ഈ സന്തോഷം എന്നെ വിട്ട് പോകുമോ, അത് വേണ്ട, അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും. ഇവിടെ കഠിനാധ്വാനം ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്, അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ബലം തരുന്നത് ഈശ്വരനാണ്. ഈശ്വരൻ എപ്പോഴായാലും അതിൻ്റെ ബലം നമുക്ക് തരുന്നതാണ്, അങ്ങനെ വിശ്വസിക്കുക. ഇവിടെ ബലത്തിന് വേണ്ടി മാത്രം കർമ്മം ചെയ്യരുത്. ഇങ്ങനെ ചിന്തിക്കുക, എനിക്ക് എൻ്റെ കർമ്മം നല്ല രീതിയിൽ ചെയ്യണം, ബലത്തിൻ്റെ കാര്യം ഞാൻ ആലോചിക്കുന്നില്ല, അത് ഈശ്വരൻ തന്നാൽ ഞാൻ സ്വീകരിക്കും, അങ്ങനെ ചിന്തിക്കുക. എപ്പോഴും നമ്മുടെ നല്ല കർമ്മം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് വിചാരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. അതിങ്ങനെ നിങ്ങളെ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതി നോക്കുമ്പോൾ. ഇവിടെ എപ്പോഴും ഒരു പെയിൻ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡ് ഭയങ്കരമായിട്ടൊരു ചിന്ത നിങ്ങൾക്കുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മോശം സിറ്റുവേഷൻ കാരണം നിങ്ങൾ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കൈയും കാലും ബന്ധിക്കപ്പെട്ട് നിങ്ങൾ ഈ സിറ്റുവേഷന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. അങ്ങനൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. ഇതൊരു ഭ്രമം മാത്രമാണ്. ഈ ഭ്രമത്തിൽ നിന്ന് നിങ്ങൾ ഉറപ്പായിട്ടും പുറത്തു വരേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് ചില സമയം തോന്നും നിങ്ങളുടെ ബോഡി ആരോ ഭയങ്കരമായിട്ട് കെട്ടിവച്ചൊക്കെയാണ് എന്ന്. അത് ചില സമയം നിങ്ങൾക്ക് തോന്നാറുണ്ട്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ട് പോകുന്നത് ബ്ലാക്ക് മാജിക്കിലാണ്. ആരോ നിങ്ങളെ ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുമ്പോഴാണ് നിങ്ങളുടെ കൈയും കാലും കെട്ടിവെച്ചതുപോലെ ബന്ധിക്കപ്പെട്ട പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. ഇവിടെ എന്തായാലും ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. കാരണം ഒരു വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളെക്കുറിച്ച് മോശം ചിന്തിക്കുന്നുണ്ട്, അവർ മോശം രീതിയിൽ സംസാരിക്കുന്നുമുണ്ട് നിങ്ങളെക്കുറിച്ച്. ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മാവ് ഫീലാകുന്നുണ്ട്. അതായത് ആരോ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയുന്നുണ്ട്. ആ വ്യക്തി ഒരിക്കലും നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല, പക്ഷേ ആ വ്യക്തിയുടെ വായിൽ നിന്ന് അങ്ങനെ വാക്കുകൾ വീഴുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തിക്ക് എന്തോ നിങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യമുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ മോശം രീതിയിൽ വളരെ എന്താ പറയുക അഴുക്ക കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത്. ഒരു വ്യക്തി നിങ്ങളുടെ മേൽ ഭയങ്കരമായിട്ട് കണ്ണ് വയ്ക്കുന്നു, ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു. ചിലപ്പോൾ രണ്ടും ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ രണ്ട് വ്യക്തികളായിരിക്കാം. ഇവിടെ ഈ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ഇവരെക്കുറിച്ച് മോശമായിട്ട് പറയുന്നുണ്ട് എന്ന്. പക്ഷെ നിങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇവരോട് ക്ഷമിക്കത്തില്ലെന്നും ഇവർക്കറിയാം. ഈ വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു വാക്കുകൾ കറക്കി തിരിച്ച് സംസാരിക്കത്തില്ല. അതായത് ഇവരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള മട്ടിൽ സംസാരിക്കത്തില്ല. അങ്ങനെ ആ സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള വ്യക്തിയാണ്. അതായത് നിങ്ങളിപ്പോൾ ഇവർ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവർ തെറ്റ് അംഗീകരിക്കാതെ എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഇവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ സ്ഥാപിക്കാൻ ശ്രമിക്കും. ഇവിടെ ഈ വ്യക്തി ഫാമിലിയുടെ മെമ്പർ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. പക്ഷേ ഈ വ്യക്തി ഫാമിലിയുടെ മെമ്പറും ആവാം, അല്ലെങ്കിൽ വീട്ടിൻ്റെ അടുത്തുള്ള ആളും ആകാം എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ കെട്ടിയിടാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ മോശം രീതിയിൽ സംസാരിക്കുന്നുണ്ട് പലരോടും. ഇവിടെ ഈ വ്യക്തി മറ്റുള്ള മുമ്പിൽ എങ്ങനെ ഷോ ചെയ്യുമെന്നറിയാമോ? നിങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ് എന്നുള്ള രീതിയിലാണ് ഷോ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെ മോശം പാറ്റേൺ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് വീണ്ടും.
അപ്പോൾ ഈ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ വ്യക്തിയുടെ മേൽ കുറച്ചൊന്ന് ശ്രദ്ധ വയ്ക്കുക നിങ്ങൾ. ഈ വ്യക്തിയുടെ ഒരു സ്വഭാവം കൂടെ പറയുകയാണെങ്കിൽ, ഇവർ പറയുന്നതാണ് ശരി, ഇവർ പറയുന്നത് എല്ലാവരും അംഗീകരിക്കണം, അങ്ങനെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അനുസരിക്കണം, നീ നീ അവിടെ പോകരുത്, അങ്ങനെയൊക്കെ പറയത്തില്ല, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന അങ്ങനെ സ്വഭാവമാണ് ഇവരുടേത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും വ്യക്തിയുടെ ഡെവിളായി ഭയങ്കരമായിട്ട് ഫീലാകുന്നുണ്ടെങ്കിൽ അത് ഈ വ്യക്തിയുടെയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് നല്ല പോലെ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുറവുകൾ, നിങ്ങളുടെ കഴിവുകൾ എല്ലാം ഇവർക്ക് അറിയാം. കൂടാതെ ഇവർക്ക് ഇതും അറിയാം, നിങ്ങളുടെ മനസ്സ് ഏത് കാര്യം പറയുമ്പോഴാണ് ഹേർട്ടാകുന്നത്, ഏത് കാര്യം പറയുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം വരുന്നത്, നിങ്ങളുടെ ഇഷ്ടം അനിഷ്ടങ്ങൾ എല്ലാം ഇവർക്ക് അറിയാം. ഇവിടെ ഈ വ്യക്തി നിങ്ങളുടെ കുറവുകൾ എന്താണോ അത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ ആ ഒരു അവസ്ഥ വളരെ മോശമാക്കുക, അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് എപ്പോഴും. ഇവിടെ ഇത് കാരണം തന്നെ നിങ്ങൾ വളരെ കൺഫ്യൂഷനിലാണ് ഉള്ളത്. ഈ വ്യക്തി കാരണം നിങ്ങളുടെ ഹൃദയം വളരെയധികം വിഷമിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി എപ്പോഴും നിങ്ങളെ മൂഡ് മോശമാക്കാനാണ് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തിയുമായിരിക്കാം. ഒരു സമയം ഈ വ്യക്തിക്ക് നിങ്ങൾ ഒത്തിരി ബഹുമാനം കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ ഇവരുടെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങളിപ്പോൾ ഇവർക്ക് ബഹുമാനം കൊടുക്കുന്നില്ല. ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഒത്തിരി പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇവർ നിങ്ങളുടെ ടീച്ചർ പോലെ ആയിരിക്കാം. ഒത്തിരി കാര്യങ്ങൾ ഇവരിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇവരുടെ ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകാം. ഇപ്പോൾ ഈ വ്യക്തി ഒരിക്കലും നിങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകണം, നിങ്ങൾ പ്രശ്നങ്ങളിൽ കിടന്ന് കഷ്ടപ്പെടണം എന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. മുന്നേ ഇവരുടെ ആ ഒരു സ്വഭാവത്തിൽ ഒരു സൗമ്യത ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ ഒരു സൗമ്യത ഇല്ല. ഇവിടെ നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് പോകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എപ്പോഴും സ്റ്റക്കായിട്ട് ഒരു സിറ്റുവേഷനിൽ തന്നെ, ഒരു പാറ്റേണിൽ തന്നെ കിടക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ എന്തായാലും ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പാഠം പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവർ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ആര് തന്നെ നിങ്ങൾക്ക് മോശം വരണമെന്ന് ആഗ്രഹിച്ച് എന്ത് ചെയ്താലും നിങ്ങൾക്ക് നല്ലത് സംഭവിക്കണമെന്ന് ഈശ്വരൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു സന്തോഷം അത് ഉടനെ തന്നെ ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തോ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. എന്നാലും നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് പേടിക്കുകയാണ്. ഇവിടെ ആവശ്യമില്ലാത്ത ഒരു ചിന്തയും നിങ്ങൾ വയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കിട്ടാനുള്ള സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ആദ്യം നിങ്ങളുടെ ആ ഒരു പേടി മാറ്റിയാൽ നിങ്ങൾ. ഇവിടെ നിങ്ങൾ എത്ര നല്ല കർമ്മം ചെയ്തിട്ടും ആൾക്കാർ നിങ്ങളോട് മോശം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, മോശം ചെയ്യുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ന്യായം നിങ്ങൾക്ക് സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവിടെ എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ ആരും നിങ്ങളെ തടയാൻ വരത്തില്ല. അങ്ങനെ വന്നാലും ദൈവം അതിന് അനുവദിക്കത്തില്ല. ഇവിടെ ആരാണോ നിങ്ങളുടെ മേൽ നെഗറ്റിവിറ്റി സെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവർ സ്വയം അവരുടെ ആ ഒരു ഇതിൽ തന്നെ വീണു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അവർ എത്രത്തോളം നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും അത്രത്തോളം ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ റീഡിങ്ങിൽ ടോപ്പിക്കിൽ പറഞ്ഞതുപോലെ ഈ ഒരു വർത്തമാനത്തിലെ സ്ഥിതി എന്താ നിങ്ങളോട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ ഒരു സന്തോഷത്തെ, സക്സസ്സിനെ, അതിനെ തടസ്സപ്പെടുത്താൻ നോക്കുകയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു എനർജി. അപ്പോൾ അതിനെ നിങ്ങൾ സമ്മതിക്കരുത്. ആ ഒരു എനർജിയെ സ്വീകരിക്കാവുന്ന ആ മോഡിൽ നിങ്ങൾ ഇരിക്കേണ്ടതാണ്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു മാരേജ് നടക്കാൻ പോകുന്നതായിരിക്കാം. അതിൻ്റെ മുന്നോട്ടുള്ള ആ ഒരു പ്രോസസ്സായിരിക്കാം നിങ്ങൾക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിലും നിങ്ങൾക്ക് ഒരു പേടിയുണ്ട്. ആ ഒരു സന്തോഷമായിട്ടുള്ള നിമിഷം ആരെങ്കിലും തകർക്കുമോ എന്നുള്ള. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് നല്ല കാര്യമാണോ വരാൻ പോകുന്നത് അതിനെ തടയാൻ വേണ്ടി ഇങ്ങനെയുള്ള മോശം ആൾക്കാർ ശ്രമിക്കും. നിങ്ങളെ ചുമ്മാ ആവശ്യമില്ലാത്തത് പറഞ്ഞ് പേടിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ നിങ്ങൾ അതിലൊന്നും വീണ് പോകരുത്. നിങ്ങൾക്ക് കിട്ടാനുള്ള സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇത്ര ആൾക്കാർ പോലും വിപരീതമായിട്ടും നിങ്ങൾക്ക് നടക്കാനുള്ള കാര്യം നിങ്ങൾക്ക് നടക്കുക തന്നെ ചെയ്യും. കാരണം അത് എഴുതപ്പെട്ട കാര്യമാണ്. അത് ആര് എന്തൊക്കെ ചെയ്താലും അത് നടന്നു തന്നെ ആയിരിക്കും. ഇവിടെ 8 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ശുഭമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ അധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് അവരുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ സപ്പോർട്ട്, നല്ലൊരു സപ്പോർട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ബോസിൽ നിന്ന്. അപ്പോൾ ഇതിന് മുമ്പേയൊന്നും അവരിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നും. നിങ്ങളുടെ ജോലിയിൽ പ്രശംസ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു.
ഇവിടെ എന്തായാലും എല്ലാ കാര്യത്തിലും ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ഗൈഡൻസ് നിങ്ങൾ ശരിയായിട്ട് കേൾക്കുക. ദുർഗാ കവചം സ്ഥിരമായിട്ട് വൈകിട്ട് വിളക്ക് കത്തിച്ചിട്ട് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വായിക്കാൻ ശ്രമിക്കുക ദുർഗാ കവചം. നെഗറ്റിവിറ്റി നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. പോസിറ്റിവിറ്റി വരാൻ വേണ്ടിയാണ് പ്രത്യേകം പറയുന്നത് ഞാൻ ഈ ഒരു കാര്യം. ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എന്ത് സംഭവിക്കുന്നുണ്ടോ അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമാണ് സംഭവിക്കുന്നത് എന്ന് വിചാരിക്കുക. നിങ്ങളിൽ പല ആൾക്കാർക്കും കൺഫ്യൂഷനാണ്, മുന്നോട്ട് എന്തായിരിക്കും അവസ്ഥ എൻ്റെ ലൈഫിൽ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനായിരിക്കും പല ആൾക്കാർക്കും. പക്ഷേ നിങ്ങൾ വരാൻ പോകുന്ന ആ ഒരു പരിവർത്തനത്തിനെ അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ മാറിക്കിട്ടുന്നതാണ്. ഇവിടെ ആരെങ്കിലും നിങ്ങളെ ചതിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ആ ചതിച്ച ആൾക്കാർക്ക് അതിൻ്റെ ആ ഒരു പനിഷ്മെൻറ്റും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ്. ദൈവം അതിനുള്ള വഴി ഉറപ്പായിട്ടും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.